ഹലോ വെൽക്കം ടു മൈ ചാനൽ അഗെയിൻ. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ളോഗായിട്ടാണ്. വീട്ടിലൊരു പാർട്ടി ഉണ്ടാക്കിയ സമയത്ത് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു 2 റെസിപ്പീസും ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തലേന്ന് രാത്രി തന്നെ ഉമ്മ പുഡിങ് അങ്ങനെ ചില ഐറ്റംസൊക്കെ സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചു. പിറ്റേ ദിവസം ഒരു റഷ് ആവണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഉമ്മ ഇപ്പോൾ ഇവിടെ പുഡിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ റെസിപ്പീസ് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ എല്ലാ കാര്യത്തിലും നമ്മൾ ഉമ്മനെ സഹായിച്ചു. അപ്പോൾ ഉമ്മ അങ്ങനെ പുഡിങ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഉമ്മ ഇവിടെ ചെയ്തത് ഒരു കേക്ക് വിത്ത് പുഡിങ് റെസിപ്പിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തലേന്ന് തന്നെ ഏകദേശം എല്ലാ പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുക്കിംഗ് ഐറ്റംസ് മാത്രമേ നമ്മൾ പിറ്റേ ദിവസം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഉമ്മ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് സ്പെഗറ്റിയാണ്. അപ്പോൾ സ്പെഗറ്റിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഫസ്റ്റായിട്ട് ഉമ്മ സ്പെഗറ്റി ഉപ്പിട്ടാണ്ട് നല്ലതുപോലെ വേവിച്ച് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞൊരു കടായി വെച്ച് അതിൽ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിൽ ഒരു 6 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുത്തു. ഇത് രണ്ടും സ്പ്രിംഗ് ഓണിയൻ തന്നെയാണ്, രണ്ടും വേറെ വേറെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു എന്ന് മാത്രം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. പിന്നെ അതിന് ശേഷം ക്യാരറ്റ്, ക്യാപ്സിക്കം ഇവ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനി അതിലോട്ട് പനീർ പീസസ് ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെച്ച പനീർ പീസസാണിത്. അപ്പോൾ അത് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. one ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് കെച്ചപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി യോജിപ്പിക്കുക. ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള സ്പാഗറ്റി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇവിടെ സ്പാഗറ്റിക്ക് പകരം നമുക്ക് നമ്മുടെ നോർമൽ നൂഡിൽസ് യൂസ് ചെയ്താലും മതി. ഇനി ഇത് 2 ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിൽ കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. എന്നാലുള്ളൂ ഇതിലേക്ക് വെജീസും ഈ സോസ് എല്ലാതും പിടിച്ച് ഇതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സ്പെഗറ്റി ഉണ്ടാക്കാനുള്ള ടൈം.
ഒക്കെ സെറ്റ് ചെയ്യാണ്. ഇത് തലേന്ന് തന്നെ ഉമ്മ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ടൈം ആയ സമയത്ത് ഉമ്മ എന്നോട് പറഞ്ഞു സെറ്റ് ചെയ്ത് കണ്ട് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്യാണ്. ഇത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്ക്യൂവർ എടുത്തിട്ട് അതിൽ ഫസ്റ്റ് പനീർ പീസ് വെച്ചു, പിന്നെ ഒരു ക്യാപ്സിക്കം വെച്ചു, ഓണിയൻ വെച്ചു, പിന്നെ ഒരു ചിക്കൻ വെച്ച് കൊടുത്തു. പിന്നെ അതേ സെയിം പ്രൊസീജിയർ ക്യാപ്സിക്കം, ഒനിയൻ, പനീർ, അങ്ങനെയാണ് പിന്നെ അത് സെറ്റാക്കി എടുത്തത്. ഇതിൽ ഈ വെജീസും ചിക്കന് പനീറൊക്കെ ഒക്കെ സ്ക്വയർ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എല്ലാ ടിക്കാസും തയ്യാറാക്കി എടുത്തു. പിന്നെ അതിന് ശേഷം ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇവിടെ ഓയിലിന് പകരം ബട്ടർ യൂസ് ചെയ്യുക. ബട്ടറാണോ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്തത്. സാധാ നമ്മളുടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തത്. എന്നിട്ട് ഇത് എല്ലാതും ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ അങ്ങനെ എല്ലാ ടിക്കാസും തയ്യാറാക്കിയെടുത്തു. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സൂപ്പാണ്. ഇവിടെ നമ്മൾ വെൽക്കം ഡ്രിങ്കിന് പകരം സൂപ്പാണ് കൊടുത്തത്. അപ്പോൾ ഒരു പാൻ വെച്ച് അതിൽ ബട്ടർ ഇടുക. ബട്ടർ ഇട്ട് മെൽറ്റായതിന് ശേഷം ഒരു 4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി അതൊന്ന് സോഫ്റ്റാക്കി എടുക്കുക. അതിനുശേഷം ചിക്കനിട്ട് വേവിച്ചെടുക്കുക ചെയ്യണേ. ചിക്കന് ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. ആ ബട്ടറിലും ഗാർലിക്കിലും കടന്നിട്ട് ചിക്കന് വെന്ത് വരണം. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റവ് തന്നെ ഉമ്മ മുട്ട സുർക്ക തയ്യാറാക്കുന്നുണ്ടായിരുന്നു. എല്ലാ റെസിപ്പീസും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സൂപ്പും സ്പാഗറ്റിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കല്ലുപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 4-5 കപ്പ് നമ്മളുടെ വെള്ളം ചേർത്ത് കൊടുത്തു. കുക്കിംഗ് ടൈം ഒന്നുകൂടി കുറക്കാൻ വേണ്ടിയിട്ട് ബോയിലിംഗ് വാട്ടർ ചേർത്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ബോയിലൊന്നും ചെയ്യാത്ത സാധാ വെള്ളമാണ് യൂസ് ചെയ്തത്. ഇനി അതിന് ശേഷം ക്യാരറ്റ്, സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. സ്പ്രിംഗ് ഓണിയനും ക്യാരറ്റും ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. സൂപ്പ് കുടിക്കുന്ന സമയത്ത് ചെറിയൊരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതാക്കി കട്ട് ചെയ്തത്. എന്നിട്ട് ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. തിള വന്നതിന് ശേഷം കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. ഇവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുത്തത്. എന്നിട്ട് നല്ലതുപോലെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കട്ടാതെ തന്നെ ഇളക്കി കൊടുത്തു. കൈയെടുക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിലേക്ക് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുത്തു. ഒരു 1/2 കപ്പാവും ചേർത്തത്. പിന്നെ അതിന് ശേഷം ബേബി കോൺ ചേർത്ത് കൊടുത്തു. ഇതാണ് ബേബി കോൺ. സ്വീറ്റ് കോണും ബേബി കോണും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ ഓപ്ഷണലാണ്. നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായത് കൊണ്ട് നമ്മൾ ചേർത്തു എന്ന് മാത്രം. ഇത് നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുത്തു.
മല്ലിയില ചേർത്തതിന് ശേഷം നമ്മൾ പിന്നെ സ്റ്റവ് ഓഫാക്കി. അപ്പോൾ അത്രേ ഉള്ളൂ സൂപ്പിൻ്റെ പ്രൊസീജിയർ. ഇതിൽ തിക്നെസ് കുറച്ചും കൂടി നമ്മൾ കൂട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെപ്പർ കൂടി ഇട്ട് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കുറച്ചുകൂടി നമ്മളെടുത്തു. ഒരു 1.5 ടീസ്പൂൺ കൂടി കോൺഫ്ലവർ നമ്മൾ കലക്കി ഒഴിച്ചു. അപ്പോഴാണ് ഇത്ര തിക്ക് കിട്ടിയത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ സൂപ്പ്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ പുഡിങ് സെറ്റ് ചെയ്തു. ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഭംഗിക്ക് വേണ്ടിയിട്ട് അതിന്മേൽ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളത് സെർവ് ചെയ്യണ പാത്രത്തിൽ നിരത്തി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് കേൾസും മിൻറ്റ് ലീവ്സ് പിന്നെ എഡിബിൾ പേൾ സിൽവർ പേൾ ഷുഗർ ബോൾസ് വെച്ചിട്ടൊന്ന് ഭംഗിയാക്കി കൊടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടി വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.